പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥ, ആ ഒരു ഫീല് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തഹജ്ജുദിൻ്റെ സമയത്ത് 2 റക്അത്ത് സുന്നസ്കരിച്ച് നമ്മളെ പരിപാലിച്ചു പോരുന്ന ആകാശഭൂമികൾ പടച്ച് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തതിന് അതിൻ്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടി നോക്കൂ. ആ ഒരു വാക്കുകൾ നമുക്ക് കേൾക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കാരം ആ സമയം വല്ലാത്തൊരു ഫീലാണ് പ്രിയപ്പെട്ടവരെ. അത് അനുഭവിച്ചവർക്കറിയാം. ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കാരം തുടങ്ങാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ വോയിസ് കേൾക്കുന്നവർ ഒന്ന് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഒരു അനുഭൂതി, അതിൻ്റെ ഒരു ഫീല് വല്ലാത്തതാണ്. അത് അനുഭവിച്ചറിയാം. ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ എനിക്കത് ശരിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ നാഥൻ പറയുകയാണ്, ഏഴാനാകാശത്ത് നിന്ന് വന്നുകൊണ്ട് 1-ാം ആകാശത്ത് നിന്നുകൊണ്ട് നമ്മുടെ പടച്ച റബ്ബ് ഈ ലോകവും ആകാശഭൂമികളും പടച്ചതിൽ സർവ്വചരാചരങ്ങളെയും പരിപാലിച്ചു പോരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, ചോദിച്ചോളൂ അടിമകളെ, നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഹലാലായ എന്ത് ആവശ്യങ്ങളും സാധിപ്പിച്ചു തരാൻ സന്നദ്ധനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എന്താ നമ്മൾക്ക് മടി? നിങ്ങളുടെ എന്ത് വിഷമങ്ങൾക്കും പരിഹാരം ആ ഒരു സമയത്തുണ്ട്. നമ്മുടെ റബ്ബ് മാത്രമായിട്ടുള്ള സമയമല്ലേ അത്? വേറെ ആരും അതിൻ്റെ ഇടയിലില്ല. പടച്ച റബ്ബിനോട് നമ്മുടെ വിഷമങ്ങൾ കൈനീട്ടി ചോദിക്കുകയാണ്. അതും അവൻ തയ്യാറായി എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഷമങ്ങളും പരിഹരിച്ച് തരാൻ തയ്യാറായി നിൽക്കുന്നൊരു സമയം. പിന്നെ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? അള്ളാഹു തഹജ്ജുദിന് നൽകുന്ന ഏറ്റവും ഒന്നാമത്തെ വാഗ്ദാനം ഒന്ന് കേട്ടു നോക്കും. സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ, സ്വർഗം. പിന്നെ ഈ ദുന്യവിയായ എല്ലാ പ്രശ്നങ്ങൾക്കും ആ സമയത്ത് പരിഹാരമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു നോക്കൂ. തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങി ആ ഒരു ഫീല്, ആ ഒരു അനുഭൂതി, ആ ഒരു സന്തോഷം ഒന്ന് അനുഭവിച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് മനസ്സിന് വല്ലാത്തൊരു ശാന്തതയാണ്, വല്ലാത്തൊരു സന്തോഷമാണ് ആ സമയത്തുള്ള നിസ്കാരം.